കൊട്ടിയൂർ വൈശാഖ മഹോത്സവകാലത്ത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ക്ഷേത്രം അധികൃതർ. തിരക്ക് കണക്കിലെടുത്ത് ദർശന സമയം കൂട്ടും. പാർക്കിംഗ് സൗകര്യത്തിനൊപ്പം പ്രത്യേക വഴിപാട് കൗണ്ടറും ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവ കാലത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിന് എത്താറുള്ളത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ധാരാളം പേർ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. തിരക്ക് കാരണം പലപ്പോഴും ക്ഷേത്രത്തിൽ വൈകി എത്തുന്നവർക്ക് ദർശനം ലഭിക്കാതെ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. ഈ സാഹചര്യം വിലയിരുത്തി വൈശാഖ മഹോത്സവ കാലത്ത് ക്ഷേത്ര ദർശന സമയം രാത്രി 10 വരെ ദീർഘിപ്പിക്കും. അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി 7 മണി മുതലാണ് ക്ഷേത്രത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. തിരക്ക് കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും ദർശനം നടത്താനുള്ള സമയം അനുവദിക്കും. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് രാത്രി ലഘുഭക്ഷണം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി TTK ദേവസ്വം പ്രസിഡന്റ് വിനോദ് കുമാർ പറഞ്ഞു. 2026 വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്തർ വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇതുവരെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മൾ പാർക്കിംഗ്, ക്ഷേത്രത്തിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. വരുന്ന ഭക്തർക്കൊക്കെ ഒരു ലഘുഭക്ഷണം കൊടുക്കണം എന്ന ധാരണയായിട്ടുണ്ട്. കാരണം പലപ്പോഴും രാത്രി സമയങ്ങളിൽ ഹോട്ടലുകളും മറ്റുമൊക്കെ തുറക്കാത്ത സാഹചര്യത്തിൽ ഭക്തർക്ക് ഭക്ഷണത്തിന് വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഒരു ലഘുഭക്ഷണം നൽകുന്നുണ്ട്. അതുപോലെ ക്യൂ സിസ്റ്റം, നമുക്ക് വലിയ വിപുലമായ ക്യൂ സിസ്റ്റം ക്രമീകരിച്ചിട്ടുണ്ട്. ക്യൂവിൽ നിൽക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ വഴിപാട് റെസീറ്റ് മുറിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് മുറിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വോളണ്ടിയർ കമ്മിറ്റികളും മാതൃസമിതികളും സേനാ വിഭാഗങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണമുണ്ടാകും. വഴിപാട് രസീതുകൾക്ക് പ്രത്യേക കൗണ്ടറുകളും സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേകം ക്ലോക്ക് റൂമുകളും പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.